പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന വിഷയത്തിലെ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന മൊഡ്യൂളിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി ഈ ഒരു മൊഡ്യൂളിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതിൽ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ചായിരുന്നു. അതിൽ പ്രൈമറി, കേരള സ്റ്റേറ്റ്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മൊഡ്യൂളിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സും അതുപോലെ തന്നെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ ക്ലാസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ആർ ഓർഗനൈസ്ഡ് ടു സോൾവ് ദ ഹൗസിംഗ് പ്രോബ്ലംസ് ഓഫ് പേഴ്സൺസ് ബിലോങ്ങിങ് ടു ദ ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ളത്. ടൈപ്സ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 6 categories. That is, first one cooperative building society, second one cooperative house building society. ഓരോ പേരിലും ചില വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൻ്റെ വിശകലനത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റീസ് ആണ്. രണ്ടാമത്തത് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയാണ്. ദെൻ തേർഡ് വൺ കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റീസ്. ദെൻ നെക്സ്റ്റ് വൺ ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. Then fifth one cooperative township. Then last one cooperative house mortgage bank. അപ്പോൾ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ടൈംസിനെ 6 ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ ഒന്നാമത് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയാണ്, രണ്ടാമത്തത് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയും, മൂന്നാമത്തത് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയും, നാലാമത്തത് ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അഞ്ചാമത്തെ കോപ്പറേറ്റീവ് ടൗൺഷിപ്പ്, കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക്. അപ്പോൾ ഇത് 6 ടൈപ്സ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിലുള്ളത്. നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വിശദമായ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. എന്താണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് നമുക്ക് നോക്കാം. ദീസ് സൊസൈറ്റീസ് ആർ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ടൈപ്പ്. ഒരു ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ടൈപ്പിലാണ് ഈ ഒരു സൊസൈറ്റി എന്താ പറയുക ഫോം ചെയ്തത്. ദെൻ ലോങ് ടേം ക്രെഡിറ്റ് ഏജൻസീസ് ഫോർ ഹൗസസ്. ഈ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ക്രെഡിറ്റ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ലോങ് ടേം ക്രെഡിറ്റ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ they obtain loans from financing institution from government and is repayable in 20 years and lend their term to members for construction of house. അതായത് ഈ സൊസൈറ്റി ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവർ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഗവൺമെൻറ്റുമുണ്ട്. ആ ഗവൺമെൻറ്റിൽ നിന്ന് 20 വർഷത്തെ കാലാവധിക്ക് ലോങ് ടേം ലോൺ അവർ വാങ്ങുക, എടുക്കുക, ഒബ്റ്റെയിൻ ചെയ്യുക. അത് ആർക്ക് കൊടുക്കുക? അവരുടെ മെമ്പേഴ്സിന് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവർ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായ സൈറ്റും കൂടി ഇവർ എന്ത് ചെയ്യേണ്ടത് വാങ്ങുന്നുണ്ട്. സൈറ്റിനും കൂടി ഇവർ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് അവർ പിന്നെ ഈ പറയുന്ന രീതിയിൽ സൊസൈറ്റി ക്യാൻ അക്വയർ ലാൻഡ് ആൻഡ് ഡിവൈഡ് ദം ഇൻ ടു സൈറ്റ്സ് ഫോർ അലോട്ട്മെൻറ്റ് ടു മെമ്പേഴ്സ്. അവർ ബൾക്കായിട്ട് ലാൻഡ് വാങ്ങുകയും അത് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മെമ്പേഴ്സിനും ഹൗസ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ഈ എന്താ പറയേണ്ട സൗകര്യമൊക്കെ ഈ ഒരു സൊസൈറ്റി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസൊക്കെ ജോയിൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ട് അത് മെമ്പേഴ്സിന് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് സൊസൈറ്റി മൊത്തത്തിൽ ലാൻഡ് വാങ്ങിയിട്ട് അത് ഈ പറഞ്ഞ മെമ്പേഴ്സിന് ഡിവൈഡ് കൊടുക്കുകയും അവർക്ക് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായ ഫിനാൻസ് കൊടുക്കുകയും ചെയ്യുന്നു.
ദെൻ ഹൗസ് ഫിനാൻസ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന ബൾക്കായിട്ട് ഹൗസ് ബിൽഡിംഗ് മെറ്റീരിയൽ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യേണ്ട മെറ്റീരിയൽ വാങ്ങിയിട്ട് അതും ആർക്ക് കൊടുക്കുന്നു? മെമ്പേഴ്സിന് കൊടുക്കുന്നു. എന്നിട്ട് മെമ്പേഴ്സ് സ്വമേധയാ അവർ തന്നെയാണ് അവരുടെ സൈറ്റിൽ എന്ത് ചെയ്യേണ്ടത്? ബിൽഡിംഗ് പണി അല്ലെങ്കിൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ പറഞ്ഞ മെമ്പേഴ്സിനാണ്. അതിന് വേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നതാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി. ദെൻ ഒബ്റ്റെയിൻ ലോൺസ് ഫ്രം ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ്റിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇവർ ലോണും ബാക്കിയുള്ള ഫിനാൻസൊക്കെ സ്വീകരിച്ച് അത് ആർക്ക് കൊടുക്കുന്നു? മെമ്പേഴ്സിന്, ഫോർ ദ പേർപ്പസ് ഓഫ് കൺസ്ട്രക്ടിങ് ഹൗസസ്. ദെൻ സൈറ്റ് ആൻഡ് ബിൽഡിങ്സ് ആർ ദ സെക്യൂരിറ്റി. അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഈ മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സൈറ്റ് ആൻഡ് ബിൽഡിംഗ്. ആ പിന്നെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ സൈറ്റും ആ ഹൗസുമാണ് അതിൻ്റെ സെക്യൂരിറ്റി, അവർ വാങ്ങുന്ന ലോണിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പർച്ചേസ് ലാൻഡ്, ഡിവൈഡ് ദം ഇൻറ്റു സൈറ്റ്സ് ഫോർ അലോട്ടഡ് ടു മെമ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബൾക്കായിട്ട് ലാൻഡ് പർച്ചേസ് ചെയ്തിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് സൈറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ മെമ്പേഴ്സിന് അലോട്ട് ചെയ്യുന്നു. അവർക്ക് അവിടെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായ ലോൺ കൊടുക്കുന്നു, അതിനാവശ്യമായ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് മെമ്പേഴ്സ് തന്നെയാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു, മെറ്റീരിയലൊക്കെ വാങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി മെമ്പേഴ്സിൻ്റെതാണ്. അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഫണ്ടും സൈറ്റും ഇതൊക്കെ ആര് കൊടുക്കും? ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി നൽകുകയും ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. ദെൻ സെക്കൻഡ് വൺ, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. ആദ്യത്തെ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി ആണെങ്കിൽ സെക്കൻഡ് വൺ കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. എന്താണ് ഇത് നോക്കാം. ഫോംഡ് ഓൺ ദ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ടൈപ്പ്. നേരത്തെ പോലെ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ടൈപ്പിലാണ് ഈ സൊസൈറ്റിയും ഫോം ചെയ്തത്. എന്താണ് ഇത് ചെയ്യുന്നത്? അണ്ടർടേക്ക് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഓൺ ബിഹാഫ് ഓഫ് ദെയർ മെമ്പേഴ്സ് ആസ് ദെയർ ഏജന്റ്. ഇവിടെ നേരത്തെ കേസിൽ പറഞ്ഞു അവിടെ മെമ്പേഴ്സ് തന്നെയാണ് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? സൊസൈറ്റി തന്നെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. സൊസൈറ്റി തന്നെ ഓൺ ബിഹാഫ് ഓഫ് ദെയർ മെമ്പേഴ്സ്, അവരുടെ മെമ്പേഴ്സിൻ്റെ പകരമായിട്ട് സൊസൈറ്റി തന്നെ അവരുടെ ഏജന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നു? ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ദെൻ എന്തൊക്കെ ചെയ്യുന്നു? പർച്ചേസ് ലാൻഡ്, കൺസ്ട്രക്ട് ഹൗസസ് ഓൺ കോളനി ബേസിസ്, ഗിവിംഗ് സഫീഷ്യൻറ്റ് സ്പേസ് ഫോർ റോഡ്, ഗാർഡൻ, പ്ലേ ഗ്രൗണ്ട് എക്സെട്ര. അപ്പോൾ ഇവർ ലാൻഡ് പർച്ചേസ് ചെയ്യുകയും ഒരു കോളനി ബേസിൽ അവിടെ ഹൗസുകൾ, വീടുകൾ കിട്ടുകയും അവിടെ ഓരോ കാര്യത്തിനും അതിനാവശ്യമുള്ള ഓരോ സഫീഷ്യൻറ്റ് സ്പേസും അവിടെ കൊടുക്കുന്നു. ആ കോളനി ബേസിൽ ഹൗസ് കെട്ടുമ്പോൾ അവിടെ എന്തുണ്ടാവും? റോഡ് ഉണ്ടാവും, ഗാർഡൻ ഉണ്ടാവും, പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും. ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ട് സൊസൈറ്റി സ്വമേധയാ ഈ പറയുന്ന മെമ്പേഴ്സിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ലാൻഡ് പർച്ചേസ് ചെയ്ത് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു ഓൺ ദ ബേസ് ഓഫ് കോളനി ബേസിസ്. പിന്നെന്താണ് ചെയ്യുന്നത്? ഹൗസസ് കൺസ്ട്രക്റ്റഡ് സോൾഡ് ടു മെമ്പേഴ്സ്. അങ്ങനെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അത് ആർക്ക് വിൽക്കുന്നു? മെമ്പേഴ്സിന് വിൽക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ ചുരുക്കത്തിൽ ചെയ്യുന്നത്? സൊസൈറ്റി ലാൻഡ് വാങ്ങുന്നു, അവിടെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ഒരുപാട് ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അവിടെ അതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, റോഡ്, ഗാർഡൻ, ഈ പറഞ്ഞ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം അത് ആർക്ക് വിൽക്കുന്നു? മെമ്പേഴ്സിന് വിൽക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്ന കാര്യം. അപ്പോൾ അത്തരം സൊസൈറ്റികളെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. അപ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ആദ്യത്തെ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, അവിടെ ഹൗസ് മെമ്പറാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, എല്ലാ സൗകര്യവും ചെയ്യുന്നു. ഇവിടെ ഹൗസ് ആര് കൺസ്ട്രക്ട് ചെയ്യുന്നു? സൊസൈറ്റി തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നു. എല്ലാ സൗകര്യങ്ങളും കൂടി സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് ആർക്ക് വിൽക്കുന്നു? മെമ്പേഴ്സിന് വിൽക്കുന്നു. ദെൻ തേർഡ് വൺ, കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി എന്നുള്ളതാണ് മൂന്നാമത്തത് നമുക്ക് പറയാനുള്ളത്. നോക്കാം വിശദമായിട്ട്. വർക്ക് ഓൺ ദ ബേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ടെനൻസി സിസ്റ്റം. പാർട്ട്ണർഷിപ്പ് ടെനൻറ്റ് സിസ്റ്റം പ്രകാരമാണ് ഇവിടെ ഈ ഒരു സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പ് ടെനൻസി സിസ്റ്റം പ്രകാരമാണ് ഈ ഒരു സൊസൈറ്റി ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ they acquire sites, construct houses and rent them to members on hire purchase system. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഈ സൊസൈറ്റി എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെ സൈറ്റ് പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം അവിടെ എന്ത് ചെയ്യുന്നു?
ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ഹൗസസ് മെമ്പേഴ്സിന് എങ്ങനെ നൽകുന്നു? റെൻറ്റ് ബേസിൽ നൽകുന്നു. അതായത് ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം റെൻറ്റ് ബേസിസിൽ നൽകുന്നു. നേരത്തെ കേസിൽ എന്താ ചെയ്തത്? ഇതേ ഫംഗ്ഷനാണ്. സൈറ്റ് പർച്ചേസ് ചെയ്യുന്നു, ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നു? സോൾഡാണ് നടത്തുന്നത്, അവിടെ സെയിൽസാണ് നടത്തുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ സെയിൽസ് അല്ല. അപ്പോൾ നേരത്തെ സെയിൽസ് ആണ്, പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം, അതായത് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, സൈറ്റ് പർച്ചേസ് ചെയ്യുന്നു, ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് മെമ്പേഴ്സിന് റെൻ്റൽ ബേസിസിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം കൊടുക്കുന്നു. അപ്പോൾ ടെനന്റ്, ദാറ്റ് മീൻസ് എ ടെനന്റ് മെമ്പർ ബിക്കം എ അൾട്ടിമേറ്റ് ഓണർ ഓൺലി ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. നമ്മൾ അറിയാലോ നമ്മുടെ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരമുള്ളത്. അപ്പോൾ ഇവിടെ മെമ്പർ ആ പറയുന്ന ഹൗസിന്റെ ഓണറായിട്ട് മാറുന്നത് എപ്പോഴാണ്? ഓൺലി ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഫോർ എ പീരീഡ് ഓഫ് 20 years. 20 വർഷത്തെ കാലയളവുള്ള ഇൻസ്റ്റാൾമെന്റ് ബേസിസിലാണ് എടുക്കുന്നത്. ആ 20 വർഷം കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ദ മെമ്പർ ബിക്കം എ അൾട്ടിമേറ്റ് ഓണർ ഓഫ് ദാറ്റ് ഹൗസ്. ആ ഹൗസിൻ്റെ അൾട്ടിമേറ്റ് ഓണറായിട്ട് മാറുന്നുള്ളൂ. അതുവരെ അവരൊരു എന്താ പറയണ്ടേ, ഒരു ടെനന്റ് ഓണർ റിലേഷൻഷിപ്പാണ് അവിടെ ഉള്ളത്. മനസ്സിലായല്ലോ? ടെനന്റ് ഓണർ റിലേഷൻഷിപ്പാണ് അവിടെ ഉള്ളത്. അതുവരെയും ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? സൊസൈറ്റിയുടെ കയ്യിലാണ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഓണർഷിപ്പ് ട്രാൻസ്ഫർഡ് ഓൺലി ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഫോർ എ പീരീഡ് ഓഫ് 20 years. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈച്ച് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഓരോ മെമ്പറും ഷാൽ റെമിറ്റ് 1/5 ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ക്യാഷ്. അപ്പോൾ ഇങ്ങനെ റെൻ്റൽ ബേസിൽ ആണ് കൊടുക്കുന്നതെങ്കിലും ഒരു സൈറ്റ് പർച്ചേസ് ചെയ്ത് അവിടെ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്ത് റെൻ്റൽ ബേസിൽ കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ആ ടോട്ടൽ കോസ്റ്റിൻ്റെ 1/5, 1/5 ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കൊടുക്കേണ്ടി വരും. ബാക്കി 4 ഭാഗം മാത്രമേ ഈ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ, നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ പറയാറില്ലേ നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഡൗൺ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ആദ്യം ഒരു ലംസം എമൗണ്ട് കൊടുക്കണം. അത് ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ 1/5, 1/5 കൊടുക്കണം. ബാക്കി 4 ഭാഗമാണ് ഇങ്ങനെ റെൻ്റൽ ബേസിസിൽ കൊടുക്കേണ്ടി വരിക. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞ കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത് നേരത്തെ അതുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. ഇവിടെ നോക്കാം, പർച്ചേസ് ലാൻഡ് ആൻഡ് കൺസ്ട്രക്ട് ഹൗസസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്ലാൻ. ഇവിടെ സൊസൈറ്റി ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു, അവരുടെ പ്ലാൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത്? കൺസ്ട്രക്റ്റഡ് ഹൗസസ് ആർ അലോട്ടഡ് ടു ദ മെമ്പേഴ്സ് ഓൺ റെൻ്റൽ ബേസിസ്. നേരത്തെ പോലെ തന്നെ ഈ കൺസ്ട്രക്ട് ചെയ്ത ഹൗസ് റെൻ്റൽ ബേസിസിൽ എന്ത് ചെയ്യുന്നു? മെമ്പേഴ്സിന് അലോട്ട് ചെയ്യുന്നു. മെമ്പേഴ്സ് വിൽ റിമെയിൻ എ ടെനന്റ് ഫോർ എവർ പേയിങ് എ ഫിക്സഡ് റെന്റ്. ഈ മെമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും ഓണറായി മാറുന്നില്ല. നേരത്തെ ഓണറായി മാറുന്നു എപ്പോൾ? ഓൺലി ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ദ മെമ്പർ വിൽ റിമെയിനിങ് ആസ് എ ടെനന്റ് ഫോർ എവർ. അപ്പോൾ ഇവിടെ മെമ്പർ എന്ന് പറയുന്നത് എപ്പോഴും കാലങ്ങളായിട്ടും ഒരു ടെനൻ്റായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അവർ ഓരോ മാസവും നമ്മൾ സാധാരണ രീതിയിൽ റെൻറ്റ് കൊടുത്ത് താമസിക്കുന്നില്ല, അതേപോലെ തന്നെയാണ് ഓരോ മാസവും ഒരു ഫിക്സഡ് റെൻറ്റ് കൊടുത്ത് താമസിക്കുന്നു. അതാണ് ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പക്ഷേ അവിടെ ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് സൈറ്റ് പർച്ചേസ് ചെയ്ത് അവിടെ അവരുടെ സൊസൈറ്റിയുടെ പ്ലാൻ അനുസരിച്ച് വീടുകൾ കെട്ടിയിട്ട് അത് റെൻ്റൽ ബേസിൽ ഒരു ഫിക്സഡ് റെൻറ്റ് ബേസിൽ കൊടുക്കുന്നു. ഇവിടെ ഒരിക്കലും ആ മെമ്പർക്ക് എന്താവാൻ പറ്റുന്നില്ല, ഓണറായി നിൽക്കാൻ വേണ്ടി പറ്റുകയില്ല. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് മെമ്പർ ഈസ് ദാറ്റ് എ ഹൗസ് ഓണർ ആൻഡ് ടെനൻറ്റ്. റിലേഷൻഷിപ്പ് എന്താണ്? ഹൗസ് ഓണറും അതുപോലെ തന്നെ ടെനൻറ്റും ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ സൊസൈറ്റിയും മെമ്പറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒരിക്കലും മെമ്പർ ആരായി മാറുന്നില്ല, ഓണറായിട്ട് മാറുന്നില്ല. അതാണ് ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കോപ്പറേറ്റീവ് ടൗൺഷിപ്പ്. അഞ്ചാമത്തത് കോപ്പറേറ്റീവ് ടൗൺഷിപ്പ്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. അത്രയും സിമ്പിളായിട്ടാണ് പറയുന്നത്. കോപ്പറേറ്റീവ് ടൗൺഷിപ്പ് എന്താണെന്ന് നോക്കാം. Generally formed on the congested towns where extensive lands are available for establishing cooperative colony. ഇത് നമ്മൾ സാധാരണ രീതിയിൽ കൺജസ്റ്റഡ് ആയ ടൗണിലാണ് ഈ കോപ്പറേറ്റീവ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും വിശാലമായി വീട് കെട്ടി താമസിക്കാനൊന്നും പറ്റാത്ത കൺജസ്റ്റഡ് ഏരിയാസ് ഉണ്ട്, മുംബൈ, ഡൽഹി, ഈ പറയുന്ന ഏരിയ. അപ്പോൾ അവിടേക്കാണ് ഈ കോപ്പറേറ്റീവ് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം വന്നത്. എന്താ ചെയ്യുന്നത്? ഇവിടെ സൊസൈറ്റി അവിടെ അവൈലബിൾ ആയ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ട് അവിടെ ഈ പറയുന്ന വില്ലകൾ കെട്ടുകയല്ലേ നമ്മൾ, അതുപോലെ അവിടെ എന്ത് ചെയ്യുന്നു? ഹൗസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ദെൻ
ദേ ഓൾസോ പ്രൊവൈഡ് ഫെസിലിറ്റി. അതിൽ എന്തൊക്കെ ഉണ്ടാവും? അത് ഓരോ ഇൻഡിവിജ്വലിനും ലാൻഡ് വാങ്ങിയിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഹൗസുകളൊന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ആണ്. അപ്പോൾ അവിടെയുള്ള ലാൻഡ്, അവൈലബിൾ ആയ ലാൻഡ് മൊത്തത്തിൽ ആര് വാങ്ങുന്നു? സൊസൈറ്റി വാങ്ങുന്നു. എന്നിട്ട് അവിടെ ഒരു ടൗൺഷിപ്പ് പോലെ എന്താ പറയുക കെട്ടിവെച്ചിട്ട് ഓരോ ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റിയും, റോഡ്, പാർക്കിംഗ്, ഡ്രൈനേജ്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, സ്കൂൾ, ഹോസ്പിറ്റൽ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുള്ള ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റി, ഈച്ച് ആൻഡ് എവറി നീഡ്സ് ഓഫ് എ ഹ്യൂമൻ, ഒരുപാട് അവരെ ഓരോ നീഡ്സിനും അവരുടെ ഓരോ ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ടൗൺഷിപ്പ് പോലെ തന്നെ ചെയ്യുന്ന സൊസൈറ്റികളാണ് കോപ്പറേറ്റീവ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇത് ഈ കൺജസ്റ്റഡ് ടൗൺസിൽ ലൈക്ക് മുംബൈ, ഡൽഹി എന്ന് പറയുന്ന, കൊൽക്കത്ത എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് ഇത് വരിക. ഫോംഡ് ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ്, ഇവിടെ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ബേസിസിലും പാർട്ട്ണർഷിപ്പ് ബേസിലൊക്കെ ഇവിടെ ഓണർഷിപ്പ് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഫോം ചെയ്യാവുന്നതാണ് ഈ ഒരു സൊസൈറ്റി. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കും. ദെൻ ദ ലാസ്റ്റ് വൺ, കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക്. കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് നോക്കാം. പ്രൊവൈഡ് ഫണ്ട് നോട്ട് ഓൺലി ഓൺ ദ മോർട്ട്ഗേജ് ഓഫ് ഹൗസ് ഓൾറെഡി ബിൽഡ് ബട്ട് ഓൾസോ ഇറക്റ്റ് ഹൗസസ് ഫോർ മെമ്പേഴ്സ് ഔട്ട് ഓഫ് ദ സർപ്ലസ് ഫണ്ട് ഫോർ സെയിൽ അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. നോക്കാം. അപ്പോൾ കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഏതിൻ്റെ ബേസിൽ മാത്രമല്ല, ഒരു നേരത്തെ അത് ഓൾറെഡി ബിൽഡ് ചെയ്ത ഒരു ഹൗസ് പിന്നെ മോർട്ട്ഗേജ് ചെയ്തുകൊണ്ട് ഫണ്ട് കൊടുക്കുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. പിന്നെ എന്തുകൂടി ചെയ്യുന്നു? അതായത് ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം നമ്മൾ എന്തെങ്കിലും രീതിയിൽ സെയിൽസ് നടത്തിയിട്ട്, ഹൗസുമായിട്ട് സെയിൽസ് നടത്തിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം മിച്ചമുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർപ്ലസ് എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന മെമ്പർ വീട് കെട്ടാൻ, അവർക്ക് ഈ പറയുന്ന മെമ്പേഴ്സിന് വീട് കെട്ടിക്കൊടുക്കാൻ ആവശ്യമായ ഫണ്ടും കൂടി ആര് പ്രൊവൈഡ് ചെയ്യുന്നു? ഈ കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് കൊടുക്കുന്നു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓൾറെഡി കെട്ടിക്കഴിഞ്ഞ വീടിന് ആ വീടിൻ്റെ ബേസിൽ അവർക്ക് ആ വീടിൻ്റെ ഫർദർ ആവശ്യത്തിന് വേണ്ട ലോൺ കൊടുക്കുകയാണ് സാധാരണ കോപ്പറേറ്റീവ് മോർട്ട്ഗേജ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗസ് മോർട്ട്ഗേജ് ചെയ്യുന്നത്. പക്ഷേ അതുമാത്രമല്ല, പുതിയ ഹൗസ് ഇറക്റ്റ് ചെയ്യാനും പുതിയ ഹൗസ് കെട്ടുവാനും ഏതിൽ നിന്നാണ് ഫണ്ട് കൊടുക്കുന്നത്? ഈ പറഞ്ഞ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം സെയിൽ നടത്തിയ ആ ഫണ്ടിൽ നിന്നും സർപ്ലസ് ഫണ്ട് എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ എന്ത് കൊടുക്കുന്നു? ഹൗസ് കെട്ടാൻ ആവശ്യമായ ഫണ്ടും കൂടി കൊടുക്കുന്നു. സാധാരണ രീതിയിൽ അഡ്വാൻസ് ലോൺ ഫോർ റിപ്പയർ, advance loan for repairing, remodeling of old houses on the security of house, other landed property. സാധാരണ ഈ ഫണ്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ പഴയ വീട് റിപ്പയർ ചെയ്യാൻ, അതുപോലെ തന്നെ റീമോഡലിങ്ങിന്, അതുപോലെ ഓൾഡ് ഹൗസിൻ്റെ റീമോഡലിങ്ങിന്, പിന്നെ അതേപോലെ തന്നെ അതർ ലാൻഡഡ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഓൾറെഡി ബിൽഡ് ചെയ്ത ആ ഹൗസിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനോ, അപ്പോൾ ആ ഹൗസ് മോർട്ട്ഗേജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ലാൻഡ് മോർട്ട്ഗേജ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആ ഹൗസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് സാധാരണ രീതിയിൽ കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ചുരുക്കി ഒന്നുകൂടി പറയാം. ആദ്യത്തെ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ ഹൗസ് ആര് കൺസ്ട്രക്ട് ചെയ്യുന്നു? ഈ മെമ്പർ കൺസിഡർ ചെയ്യുന്നു. രണ്ടാമത് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഹൗസും കൂടി കൺസിഡർ ചെയ്യുന്നു. സൊസൈറ്റി എല്ലാ കാര്യങ്ങളും അവർ ഉപയോഗിച്ചുകൊണ്ട് ഹൗസ് കൂടി കൺസിഡർ ചെയ്തിട്ട് അത് മെമ്പേഴ്സിന് വിൽക്കുന്നു. മൂന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രീതിയിൽ സൈറ്റും ഹൗസൊക്കെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? അത് ഈ പറയുന്ന ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം മെമ്പേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ അത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ മാത്രമേ, അടക്കുന്നതിന് ശേഷം മാത്രമേ മെമ്പറായി ആ ഒരു ഹൗസിൻ്റെ ഓണറായിട്ട് മാറുന്നുള്ളൂ. പിന്നെ അടുത്തത് പറഞ്ഞത് ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റെൻ്റൽ ബേസിൽ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയും സൈറ്റ് പർച്ചേസ് ചെയ്ത് ഹൗസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഒരു ഫിക്സഡ് റെൻ്റൽ ബേസിൽ ആർക്ക് കൊടുക്കുന്നു? മെമ്പർക്ക് കൊടുക്കുന്നു. മെമ്പർ ഒരിക്കലും അവിടെ ആരാവുന്നില്ല, അവിടെ ഒരു ഓണർ ആവുന്നില്ല. അവിടെ ഹൗസ് ഓണറും ടെനൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആ ഒരു സൊസൈറ്റിയിലുള്ളത്. ദെൻ ഫിഫ്ത്ത് വൺ കോപ്പറേറ്റീവ് ടൗൺഷിപ്പ്. കൺജസ്റ്റഡ് ആയ ടൗണുകളിൽ ഒരു ടൗൺ എന്താ പറയണ്ടേ, ഈ പറയുന്ന ഏരിയയിൽ ഒരു ടൗൺഷിപ്പ് പോലെ ഈ പറയുന്ന ഹൗസസുകൾ കൺസ്ട്രക്ട് ചെയ്യുകയും അതിലെല്ലാ ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് ഈ കോപ്പറേറ്റീവ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക്. അതായത് ഓൾറെഡി നമ്മൾ ബിൽഡ് ചെയ്ത വീടിന് നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ
വരുത്താൻ, അതുപോലെ തന്നെ പുതിയ വീടുകൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരമുള്ള സെയിൽ നടത്തിയതിന് സർപ്ലസ് ഫണ്ടും കൂടി ഉപയോഗിച്ച് ഇവർ ഫണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഹൗസും അതുപോലെ തന്നെ ലാൻഡഡ് പ്രോപ്പർട്ടിയാണ് മോർഗേജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയാനുള്ളത്. ദെൻ ഈ ഹൗസിംഗ് സൊസൈറ്റിയുടെ അഡ്വാൻറ്റേജ് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് പോയിന്റ് പറയാം. ഹെൽപ്പ് ദ പീപ്പിൾ ഓഫ് ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് ടു ഓൺ ഹൗസസ് അറ്റ് എ റിലേറ്റീവ് ലോ കോസ്റ്റ്. ചുരുങ്ങിയ ചെലവിൽ തന്നെ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് അവരുടെ സ്വപ്ന തുല്യമായ വീട് ഉണ്ടാക്കുവാൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ ഫെസിലിറ്റി ടു പേ ദ കോസ്റ്റ് ഓഫ് ദിസ് ഹൗസ് ഈസിലി ഇൻസ്റ്റാൾമെൻറ്റ്. അതുപോലെ തന്നെ അവർക്ക് ലംസം എമൗണ്ട് ഇല്ലെങ്കിൽ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിലും അവർക്ക് പേ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നു. സോൾവ് ദ പ്രോബ്ലം ഓഫ് ഹൗസ് ഷോർട്ടേജ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. ഈ കോപ്പറേറ്റീവ് ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹൗസ് ഷോർട്ടേജ് ടൗൺസിലും അതുപോലെ സിറ്റീസിലൊന്നും നമുക്ക് ലാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഹൗസിംഗ് ഷോർട്ടേജ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ദെൻ പ്രൊമോട്ട് കമ്മ്യൂണിറ്റി ലിവിങ്. കൂട്ടമായിട്ട് താമസിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ്? ഒരുപാട് പ്രോബ്ലംസ് ഇതിലുണ്ട്. കാരണം വീക്ക് ഫിനാൻഷ്യൽ ബേസ് ഓഫ് കോപ്പറേറ്റീവ്സിന് സഹകരണ മേഖലയിൽ വീക്ക് ഫിനാൻഷ്യൽ ബേസ് ഏതൊരു സൊസൈറ്റിയെ പോലും ഈ ഒരു സൊസൈറ്റിയെയും ബാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഹൈലി ഇലാസ്റ്റിസിറ്റി ഇൻ ദ പ്രൈസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ. ഇത് ഓരോ ദിവസം കഴിയുന്നതിന് ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ടാകുന്ന പ്രൈസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ, ഇലാസ്റ്റിസിറ്റി, ആ ഒരു വ്യതിയാനം ഈ ഒരു സൊസൈറ്റിയെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ സ്കേഴ്സിറ്റി ഇൻ ദ സപ്ലൈ ഓഫ് ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ലഭ്യത കുറവ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ നോൺ അവൈലബിലിറ്റി ഓഫ് ലാൻഡ്. ഈ പറയുന്ന വീട് കെട്ടാൻ ആവശ്യമായ പറയുന്ന നമ്മൾ സൈറ്റ് അല്ലെങ്കിൽ ലാൻഡ് ലഭ്യത ഇല്ലാതിരിക്കുക, അതൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫെയിലർ ഓഫ് മെമ്പേഴ്സ് ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ്. ഇനി ഇത്തരത്തിൽ എല്ലാ സംഭവങ്ങളും ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും റീപേ ചെയ്യാൻ വേണ്ടി ഹൗസിംഗ് സൊസൈറ്റിക്ക് റീപേ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുവഴി അവിടെ എന്തുണ്ടാവുന്നു, ഓവർ ഡ്യൂ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നും കൂടി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. സാധാരണ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഉണ്ടാകുന്ന പ്രോബ്ലംസും അതുപോലെ തന്നെ ഹൗസ് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പ്രോബ്ലംസുമാണ്. ഹൗസ് മെറ്റീരിയൽ പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെ സപ്ലൈയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതും ലാൻഡ് ലഭ്യതയെക്കുറിച്ചുള്ള പ്രോബ്ലംസുമാണ് ഹൗസിംഗ് സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ കോർപ്പറേഷൻ്റെ ആദ്യത്തെ 3 മൊഡ്യൂൾ ക്ലാസ്സുകൾ കഴിഞ്ഞു. അതിൻ്റെ സ്ലൈഡാണ് ഇത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ 3rd മൊഡ്യൂളും കൂടി നമുക്ക് കഴിയുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു മൊഡ്യൂളിൽ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വാട്സപ്പ് വഴിയോ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇതോടുകൂടി 3rd മൊഡ്യൂൾ കഴിയുന്നു. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിവേ, താങ്ക് യു.